നമസ്കാരം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സംഭവിച്ചത്. എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 യാത്രാ വിമാനമാണ് ഇന്ന് ഉച്ചയോടെ തകർന്നു വീണത്. ലണ്ടനിലേക്ക് യാത്ര പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് ടേക്ക് ഓഫിന് പിന്നാലെ തകർന്നത്. വിമാന ദുരന്തത്തിൽ 170 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി മരണസംഖ്യ ഉയർന്നേക്കാനാണ് സാധ്യത. ഈ ദുരന്തത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. യന്ത്ര തകരാറാണ് വിമാനം തകരാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഉച്ചയ്ക്ക് 1:38 വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. വിമാനം 625 അടിയിലേറെ ഉയരത്തിൽ എത്തിയ ശേഷമാണ് താഴേക്ക് പതിക്കുന്നത്. 1:40 താഴേക്ക് വീണ വിമാനം ഉടൻ തന്നെ കത്തിയമരുകയായിരുന്നു. ജൂനിയർ ഡോക്ടർമാരുടെ ഹോസ്റ്റലിലെ ക്യാന്റീനിലേക്കാണ് വിമാനം ഇടിച്ചു കയറിയത്. ഡോക്ടർമാർക്കും പരിക്കേറ്റതായാണ് വിവരം. ഈ വിമാനത്തിൽ 230 യാത്രക്കാരും 12 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. വിമാനത്തിൽ നിരവധി വിഐപികളും ഉള്ളതായാണ് വിവരം. അഗ്നിരക്ഷാസേനയും മെഡിക്കൽ സംഘവും 20ലേറെ ആംബുലൻസും രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ട്. പരിക്കേറ്റ നിരവധി പേരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഉച്ചയ്ക്ക് 1:38 സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം മിനിറ്റുകൾക്കകം തകർന്നു വീഴുകയായിരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുമെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിൽ NDRF സംഘവും എത്തിയിട്ടുണ്ട്. ജനവാസ മേഖലയിലേക്കാണ് വിമാനം തകർന്നു വീണത്. ഇതോടെ സമീപത്തെ റോഡുകളെല്ലാം അടയ്ക്കുകയും ചെയ്തു. തകർന്നു വീണ ഉടനെ തന്നെ വിമാനത്തിന് തീ പിടിക്കുകയും ചെയ്തിരുന്നു. പ്രദേശം ആകെ പുക നിറഞ്ഞിരിക്കുകയാണ്. അഹമ്മദാബാദ് ഫയർ ആൻഡ് സേഫ്റ്റി എമർജൻസി സർവീസിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ആളപായം സംബന്ധിച്ച് ഇനിയും വിവരങ്ങൾ പുറത്തുവരാനുണ്ട്. യാത്രക്കാരുടെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസും തേടിയിട്ടുണ്ട്. വ്യോമസേനാ മന്ത്രി അഹമ്മദാബാദിലേക്ക് തിരിച്ചു കഴിഞ്ഞു. പരിക്കേറ്റവരെയെല്ലാം അഹമ്മദാബാദിലെ ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്.